ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഈസി ഹിന്ദി പഠിക്കാം കേട്ടോ. മൊബൈൽ ഖോ ഗയ എന്ത് ചെയ്യും? എടോ, എൻ്റെ മൊബൈൽ കളഞ്ഞുപോയി. യാർ മേരാ മൊബൈൽ ഫോൺ ഖോ ദിയ. ഖോ ദിയ, മേരാ മൊബൈൽ ഫോൺ ഖോ ദിയ. ഖോ ഗയ എന്നും പറയാം കേട്ടോ. ഖോ ദിയ, എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു, അല്ലെ കളഞ്ഞുപോയി. മേരാ മൊബൈൽ ഫോൺ ഖോ ദിയ. എവിടെയാ കളഞ്ഞത്? കഹാം ഖോ ഗയ. ഇത് നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് നമ്മൾ ചോദിക്കും അല്ലേ, കഹാം ഖോ ഗയ, എവിടെ നഷ്ടമായി? ബസ്സിലാണോ, ക്ലാസ്സിലാണോ, വഴിയിലാണോ, വീട്ടിലാണോ? അപ്പൊ അത് തിരിച്ചറിയാൻ കഹാം ഖോ ഗയ, എവിടെയാ കളഞ്ഞത്. കഹാം ഖോ ഗയ ഈസി സെന്റൻസസ് ആണ്, പഠിക്കണം. ഒരു ഐഡിയയും ഇല്ല. കൊയ് അനുമാൻ നീ, ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഊഹം പോലും ഇല്ല എവിടെയായിരിക്കും കളഞ്ഞതെന്നുള്ളത്. നമുക്ക് തന്നെ ഒരു ഊഹം ഇല്ലാത്തിരിക്കുമ്പോൾ നമ്മൾ പറയാ കൊയ് അനുമാൻ നീ. കൊയ് അനുമാൻ നീ, ഒന്നും അറിയില്ല, എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ല എവിടെ പോയിന്ന്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. മേ ബസ് മേ യാത്ര കർ രഹാ താ. മേ ബസ് മേ യാത്ര കർ രഹാ താ. അപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അപ്പൊ ആ സമയത്തായിരിക്കും പോയതെന്ന് വിചാരിക്കുക. മേ ബസ് മേ യാത്ര കർ രഹാ താ, ഓർത്തെടുക്കുകയാണ് അവൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മേ ബസ് മേ യാത്ര കർ രഹാ താ. ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയിരുന്നു. തോടി ദീർഘയിലെ മേ സോ ഗയാ താ. മയങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥയില്ലേ. കംപ്ലീറ്റ് ഉറക്കത്തിലായിരിക്കില്ല, പക്ഷെ നല്ല പരിസരബോധം ഉണ്ടാവുകയില്ല ആ സമയം. ഒന്ന് മയങ്ങിപ്പോവുക. തോടി ദീർഘയിലെ മേ സോ ഗയാ താ. കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്തിയിരുന്നു. ജബ് മേരി ആങ്ക് ഖുലി തോ മേ അപ്നെ സ്റ്റോപ്പ് പർ പहुंच ചുകാ था. ചിലപ്പോൾ ഒക്കെ അങ്ങനെ സംഭവിക്കും. നമ്മളൊന്ന് കണ്ണടച്ചു പോവുകയുള്ളൂ, ഇച്ചിരി നേരം കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ അറിയാതെ അത് നമ്മുടെ സ്റ്റോപ്പാണ്. ജബ് മേരി ആങ്ക് ഖുലി തോ മേ അപ്നെ സ്റ്റോപ്പ് പർ പहुंच ചുകാ था. ഫോൺ നിന്റെ കയ്യിലായിരുന്നോ? ക്യാ ഫോൺ ആപ്കെ ഹാത്ത് മേ ഥാ. ആപ്കെ എന്നും തുമാരെ എന്നും പറയട്ടോ. തുമാരെയാണ് മോർ സ്യൂട്ടബിൾ. പക്ഷെ ഹിന്ദിക്കാര് തുമാര ആപ്കോ അതിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആപ്ക എന്നുള്ള വേർഡാണ്. ക്യാ ഫോൺ ആപ്കെ ഹാത്ത് മേ ഥാ യാ തുമാരെ ഹാത്ത് മേ ഥാ. ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. ഫോൺ മേരെ ഹാത്ത് മേ ഥാ. ഫോൺ മേരെ ഹാത്ത് മേ ഥാ. ഫോൺ മേരെ ഹാത്ത് മേ ഥാ. ഫോൺ എൻ്റെ കയ്യിൽ ആയിരുന്നു. എവിടെയാ വെച്ചെന്ന് ഓർത്തെടുക്കണ്ടേ. ബാഗിൽ വെച്ചതാണോ? ബാഗിൽ വെച്ചാണെങ്കിൽ ആരെയും കട്ടെടുത്തായിരിക്കാം. കയ്യിൽ വെച്ചാണെങ്കിൽ ചിലപ്പം കളഞ്ഞു പോയിരിക്കും. പോക്കറ്റിൽ നിന്നാണെങ്കിലും വീണ് പോകാൻ സാധ്യത ഉണ്ട്. അതൊക്കെ അറിയാനാ. താഴെ വീണിട്ടുണ്ടാവും. നീച്ചെ ഗിർഗയ ഹോഗ. കയ്യിൽ വെച്ചാൽ കൂടുതൽ ചാൻസ് താഴെ വീഴാനാ. നീച്ചെ ഗിർഗയ ഹോഗ, താഴെ വീണിട്ടുണ്ടാവും. താഴെ വീണിട്ടുണ്ടാവാം. നീച്ചെ ഗിർഗയ ഹോഗ. ചിലപ്പോൾ ഒക്കെ നമ്മൾ കയ്യിൽ പിടിച്ച് മൊബൈൽ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോഴായിരിക്കും മൂവ് ചെയ്യുന്ന ബസ് നമുക്ക് ഉറക്കം വരിക. നേച്ചറിന്റെ അത് താഴെ വീഴാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യാം. വീണ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. മുജെ കോയി ആവാജ് നീ സുനായി ദി. ഇപ്പം ഫോണൊക്കെ കയ്യിൽ നിന്ന് ഒന്ന് മയങ്ങി കിടക്കുക. നമ്മൾ നല്ല ഗാഠനിദ്രയിലൊന്നും ആയിരിക്കില്ലല്ലോ ബസ്സിൽ. അപ്പം ഫോണൊക്കെ താഴെ വീണാൻ നേരം നമ്മൾ ഉണരും. അവനും ഇങ്ങനെ വീഴുന്നൊരു ശബ്ദവും കേട്ടിട്ടില്ല. മുജെ കോയി ആവാജ് നീ സുനായി ദി. എനിക്ക് ഒട്ടും ശബ്ദം കേട്ടിട്ടില്ല. എടോ, ഉറക്കത്തിൽ നീ എങ്ങനെ അറിയാനാ? യാർ നീന്ത് മേ തുമേ കൈസേ പതാ ചലേഗ. യാർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ വിളിക്കുന്ന എടോ നമ്മൾ വിളിക്കില്ലേ. നീന്ത് മേ ഉറക്കത്തിൽ. തുമേ കൈസേ പതാ ചലേഗ, ഉറക്കത്തിൽ നിനക്ക് എങ്ങനെ അറിയാനാ? തുമേ കൈസേ പതാ ചലേഗ. പതാ ചലേഗ എന്ന് പറഞ്ഞാൽ അറിയാം. കൈസേ എങ്ങനെ. ബസിന്റെ പേരറിയാമോ? ബസ് കാ നാം ജാൻതാ ഹേ ക്യാ. ബസിന്റെ പേരറിയാമെന്ന് ചോദിച്ചാൽ ആ ബസ്സിൽ പോയി തപ്പാലോ പേരറിയെങ്കിൽ. ബസ് കാ നാം ജാൻതാ ഹേ ക്യാ. ബസിന്റെ പേര് അറിയാവോ? ഇപ്പൊ ബസ്സിന്റെ പേരറിയാം, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് അറിയാം, അതിന്റെ കളർ അറിയാം, അതിന്റെ ഡ്രൈവറെ കണ്ടക്ടറുടെ ആരുടെയെങ്കിലും മുഖപരിചയം ഉണ്ടാവുക, സ്റ്റേഷൻ അറിയാം, കുറച്ചൊക്കെ നമുക്ക് തപ്പാൻ എളുപ്പമായിരിക്കും. പേരറിയില്ല, പക്ഷെ അത് കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. അപ്പൊ ഒരു ക്ലൂ കിട്ടി. പേര് അറിയില്ല, കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സാണെന്ന് മാത്രം അറിയാം. മുജെ നാം തോ നീം പതാ ലേക്കിൻ വോ കണ്ണൂർ ജാനെ വാലി ബസ് തി. മുജെ എനിക്ക് നാം തോ നീം പതാ, പേരൊന്നും അറിയില്ല. ലേക്കിൻ എങ്കിൽ വോ കണ്ണൂർ ജാനെ വാലി ബസ് തി, കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. അപ്പം
ഇനി മറ്റു സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സിലൊന്നും കയറി തപ്പണ്ടല്ലോ, കണ്ണൂരിലേക്ക് മാത്രം പോകുന്ന ബസ്സിൽ കയറി തപ്പിയാൽ മതി. ഒരു ക്ലൂ അവന് കിട്ടിക്കഴിഞ്ഞു. മുജെ നാം തോ നീ പത ലേക്കിൻ വ കണ്ണൂർ ജാനെ വാലി ബസ് തി. ഒരു ചുവന്ന നീളമുള്ള ബസ്. ഏക് ലംബി ലാൽ ബസ്. ലംബി ലാൽ ബസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ചില ബസ്സൊക്കെ കുറച്ച് ചെറുതായിരിക്കും സൈസിൽ, ഷോർട്ട് ഡിസ്റ്റൻസിൽ ഓടുന്നൊക്കെ. ലോങ് ഡിസ്റ്റൻസിൽ ഓടുന്നൊക്കെ കുറച്ച് നീളമുള്ളതായിരിക്കും. ഏക് ലംബി ലാൽ ബസ്. എത്ര മണിക്കാണ് പുറപ്പെട്ടത്? കിത്തനെ ബജെ നികലി. കിത്തനെ ബജെ നികലി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് പുറപ്പെട്ടത്. ബസ് എടുത്ത സ്റ്റേഷൻ വരെ എവിടുന്നാണോ കയറിയ അത് എത്ര മണിക്കാണ് എടുത്തത്. അപ്പം നാളെ ആ സമയത്ത് പോയി നോക്കിയാൽ ആ ബസ് സ്റ്റേഷനിൽ ഉണ്ടാവുമല്ലോ. ബസ്സൊക്കെ എങ്ങനെയുള്ള ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിലാണല്ലോ അത് ഓടിക്കൊണ്ടിരിക്കുക. കിത്തനെ ബജെ നികലി, എത്ര മണിക്കാണ് പുറപ്പെട്ടത്. 2:30 മണിയായപ്പോഴാണ് കയറിയത്. 1:30 ബജെ, 2:30 ബജെ ചടുകയത്ത. 2:30 ബജെ എന്ന് പറഞ്ഞാൽ 2:30 മണിയാണ്. ചടുകയത്ത കയറിയത്. 2:30 ബജെ ചടുകയത്ത, 2:30 മണിക്കാണ് കയറിയത്. 2:30 എന്ന് പറഞ്ഞാൽ 2:30 കേട്ടോ. 2:30ക്കാണ് നമ്മൾ 2:30 ബജെ എന്ന് പറയാം. 1:30ക്ക് 1:30 എന്ന് പറയും. 1:30, 1:30, 2:30, 2:30 ബജെ ചടുകയത്ത. ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടാൽ ഞാൻ തിരിച്ചറിയും. ഡ്രൈവർ और कंडक्टर को देखूंगा तो मैं पहचान लूंगा. അതും ഒരു നല്ല ക്ലൂ ആണ്. നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ കയറിയ സ്റ്റോപ്പിൽ പോയിട്ട് ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടാലും ആ ബസ്സിന്റെ ഒരു കൺഫർമേഷൻ കിട്ടി, ഈ ബസ് തന്നെയാണ് വീണത് എന്നുള്ള ഇത്. ഡ്രൈവർ और कंडक्टर को देखूंगा तो मैं पहचान लूंगा. ഡ്രൈവറെയോ കണ്ടക്ടറെയോ കണ്ടാൽ ഞാൻ തിരിച്ചറിയും. അപ്പോൾ ടൗണിൽ പോയി നമുക്ക് വെയിറ്റ് ചെയ്താലോ? അപ്പൊ ഫ്രണ്ട് ചോദിക്കുക, कैसा रहेगा अगर हम शहर जाकर इंतजार करेगा तो. कैसा रहेगा എങ്ങനെയുണ്ട്. അഗർ നമ്മള് അഗർ ഹം എന്ന് പറഞ്ഞാൽ നമ്മള് ഷഹർ ജാക്കർ പട്ടണത്തിൽ പോയിട്ട് വെയിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അടുത്ത ട്രിപ്പ് വരുമ്പോഴേക്ക് സന്ധ്യ കഴിയും. അപ്പോൾ ആ ബസ് ലോങ് റൂട്ടിലോടുന്ന ബസ്സൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ എത്തുമ്പോഴത്തേക്ക് ഒന്നാമത് ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴേക്ക് എന്തായാലും രാത്രിയാവും. അഗലി യാത്ര ആത്തെ ആത്തെ രാത് ഹോ ജായേഗി. അഗലി നെക്സ്റ്റ് യാത്ര, നെക്സ്റ്റ് ട്രിപ്പ് ആത്തെ ആത്തെ വരുമ്പോഴേക്കും രാത് ഹോ ജായേഗി, രാത്രിയാവും. എന്തായാലും നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം. കുച്ച് ഭി ഹോ ചലിയെ പുലീസ് മേ ശിക്കായത്ത് ദർജ് കരാത്തെ ഹെ. കുച്ച് ഭി ഹോ എന്തായാലും ചലിയെ പോ വാ, പോലീസ് മേ ശിക്കായത്ത് ദർജ് കരാത്തെ ഹെ. പോലീസിൽ നമുക്കൊരു പരാതി കൊടുക്കാം. ഇപ്പൊ മൊബൈൽ ഫോൺ ഇപ്പം ബസ്സിൽ വീണാലും ചിലപ്പോൾ ഏതെങ്കിലും യാത്രക്കാരന്റെ കയ്യിലൊക്കെ പെടാനോ അവൻ പോലീസിൽ ഏൽപ്പിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. നിന്റെ മൊബൈൽ ഒന്ന് താ, അമ്മയെ വിളിച്ചു പറയട്ടെ. തുമാര സെൽഫോൺ ദോ और मुझे अपनी माँ को फोन करने दो. നിന്റെ ഫോൺ ഒന്ന് താ, അമ്മേനെ ഒന്ന് വിളിച്ചു പറയട്ടെ. അമ്മ എൻ്റെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട്, പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക, അതുകൊണ്ടാണ് ഞാൻ വൈകി വരുന്നതെന്നൊക്കെയുള്ള വിശേഷം അമ്മ അറിയിക്കണ്ടേ. അല്ല അമ്മ അവിടുന്ന് ടെൻഷൻ അടിക്കും. തുമാര സെൽഫോൺ ദോ, നിന്റെ സെൽഫോൺ താ, മുझे अपनी माँ को फोन करने दो. വിഷമിക്കാതെ, മൊബൈൽ തീർച്ചയായും തിരിച്ചു കിട്ടും. അപ്പൊ ഇവനെ കൺസോൾ ചെയ്യാണ്, ഇവനെ ആശ്വസിപ്പിക്കുകയാണ്. ചിന്താ മത് കരോ, മൊബൈൽ അവശ്യ വാപ്പസ് മിൽ ജായേഗ. ചിന്താ മത് കരോ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട, മൊബൈൽ അവശ്യ വാപ്പസ് മിൽ ജായേഗ. മൊബൈൽ തീർച്ചയായും വാപ്പസ് മിൽ ജായേഗ, തിരിച്ചു കിട്ടും. ബാക്കി നാളെ ഈ മൊബൈൽ ഫോണിന്റെ സംഭാഷണം നാളെ കേൾക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ